പ്രകാശമേ മിഴി തുറക്കുക വേഗം. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈശോ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ്. ഞാൻ പീഡ സഹിക്കും, മരിക്കും, ഉദ്ധാനം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ പീഡാനുഭവ ചരിത്രത്തെ, സംഭവിക്കാനിരിക്കുന്ന തൻ്റെ പീഡാനുഭവ വിവരണങ്ങളെ തൻ്റെ ശിഷ്യഗണത്തിന് ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന, ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഈശോ. അതായത് എന്നെ അനുഗമിക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം കണ്ടുമുട്ടും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ വേണമെങ്കിൽ പൊക്കോട്ടെ എന്നുള്ളൊരു ചിന്തയുണ്ട്. കാരണം ഈ വഴിത്താറകളെല്ലാം ശിഷ്യത്വത്തിൻ്റെ വഴികളിൽ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ബോധ്യത്തോടെ വേണം എൻ്റെ ശിഷ്യനായി തീരുവാനെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനം, ഈ ചിന്തകളൊക്കെ, ശിഷ്യത്വം എന്ന് പറയുന്നത് പീഡാനുഭവത്തിൻ്റെ ധ്യാനം തന്നെയാണ്. ശിഷ്യത്വം എന്ന് പറയുന്നത്, കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പീഡാനുഭവ ചരിത്രങ്ങളെ കാണുന്നവനും ഈ പീഡാനുഭവ ചരിത്രത്തെ ധ്യാനിക്കുന്ന ഒരു ജീവിത ശൈലിയുമാണ് ഈ ശിഷ്യത്വത്തിൻ്റെ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യരാകുന്ന നമുക്ക് ഈ പീഡാനുഭവ ചരിത്രങ്ങൾ എപ്പോഴും ധ്യാന വിഷയമാകട്ടെ. നോമ്പുകാലം ഈ പീഡാനുഭവത്തിൻ്റെ ധ്യാന കാലം തന്നെയാണല്ലോ. കർത്താവിൻ്റെ പീഡാനുഭവ ചരിത്രങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അവനോടൊത്തായിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക